എറണാകുളം പറവൂർ സ്വദേശിനിയായ സത്യഭാമയും മകൻ മനോജും കുടുംബവും ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിലാണ് കഴിഞ്ഞ 6 മാസമായി താമസിക്കുന്നത്. 70 വയസ്സുകാരിയായ വയോധികയും 6 വയസ്സായ കുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് ഈ വീട്ടിൽ ഇത്തവണ ഓണം ആഘോഷിച്ചത്. ഞാനിവിടെ നിന്ന് പോകില്ല, എനിക്ക് പോകാൻ വരെ ഇടവില്ല, ഞാനിവിടെ തന്നെ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുള്ള കാര്യമാണ് മോനെ. 2016 വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മൂത്തകുന്നം ശാഖയിലെ കേരള ബാങ്കിൽ നിന്നും 4.5 ലക്ഷം രൂപ ലോൺ എടുക്കുന്നത്. പിന്നീട് മനോജിന്റെ അമ്മ സത്യഭാമയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതിനെ തുടർന്ന് ലോട്ടറി തൊഴിലാളിയായ മനോജിന് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ഇതോടെയാണ് ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചത്. 10,000, 50,000, 25,000 അടക്കാൻ പറ്റില്ല, വല്ല 10,000 അല്ലെങ്കിൽ 10,000 അങ്ങനെ അടക്കാന്ന് ഞാൻ പറഞ്ഞു. അതിന് കൂടുതലടക്കാനും ഒരു നിവർത്തിയില്ല മോനെ. അത് പട്ടിണി ഇടുന്നിട്ടോട് എടുക്കണമെങ്കിൽ ഈ പെൻഷൻ കിട്ടിയിട്ടൊക്കെ വേണം ജീവിക്കാൻ. എനിക്ക് മരുന്നാണ് ഈ ഒരു നടന്നിട്ടോണ് ഞങ്ങളുടെ കുടുംബം കഴിയെ, വേറെ ഒരു വരുമാനമില്ല. 2025 ഫെബ്രുവരിയിലാണ് ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്തത്. വീട് ജപ്തി ചെയ്തപ്പോൾ വീടിന്റെ പുറകിലെ വാതിൽ ബാങ്ക് ജീവനക്കാർ സീൽ ചെയ്തിരുന്നില്ല. പോകാൻ വേറെ ഇടമില്ലാത്തതിനാൽ വീടിന്റെ പുറകിലെ വാതിൽ തുറന്ന് സത്യഭാമയും കുടുംബവും താമസം തുടർന്നു. എവിടെ പോകാനാണ് ഞാൻ അവർ വരുമ്പോൾ ഇത് തന്നെ പറയും, അല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗമില്ല. ഒരാൾ സഹായിക്കാനും ഇല്ല, എങ്ങും പോകാനും ഒരിടമില്ല. മരിക്കണേനെ എൻ്റെ അത്തന്നെ കിടക്കണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് തീരുമാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 10-20 വയസ്സായി, 70 വയസ്സായി, ഇനി അവിടെ പോവും. ഇതും അവരോട് പറഞ്ഞു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബാങ്ക് ജീവനക്കാർ വീണ്ടും വീട്ടിലെത്തി. ജപ്തി ചെയ്ത വീട്ടിൽ അനധികൃതമായി താമസിക്കാൻ പാടില്ലെന്നും സെപ്റ്റംബർ 10-നകം ഒഴിഞ്ഞു കൊടുക്കണമെന്നും അറിയിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയോധികയും കുടുംബവും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.